ഇടുക്കി വെങ്ങല്ലൂരിൽ സിനിമാ സ്റ്റൈൽ ആക്രമണം. വിദ്യാർത്ഥിയെ സുഹൃത്തുക്കൾ റോഡരികിൽ സംഘം ചേർന്ന് മർദ്ദിച്ചു. തൊടുപുഴ പെരുമ്പള്ളിച്ചിറ സ്വദേശി മാഹിൻ ഉബൈസിനാണ് മർദ്ദനമേറ്റത്. കഴുത്തിനും പുറത്തിനൊക്കെ ആയിട്ട് ചതവുണ്ട്. ഡോക്ടറെ സ്കാൻ ചെയ്തിട്ട് പറഞ്ഞ അങ്ങനെയാണ്. അതുകൊണ്ട് 2 ദിവസം അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ഈ വിഷയം ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ തൊട്ട് ഇവൻ അതിൽ ഈ ഒരു പയ്യൻ്റെ പെണ്ണുമായിട്ട് ഇവനെന്തോ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ അത് കേസ് പറഞ്ഞ് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ അവൻ്റെ വീട്ടുകാരായിട്ട് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് അത് ഒഴിവാക്കി വേണ്ടാന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അന്ന് ഇവൻ സുധീർ എന്ന് പറഞ്ഞവൻ്റെ മോൻ ഇവനെ വെച്ചേക്കില്ല എന്ന് എൻ്റെ അടുത്ത് വാശിക്ക് പറഞ്ഞ. അതുകൊണ്ട് ഞാൻ സുധീറുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേസ് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ വിഷയമാവില്ല എന്ന് പറഞ്ഞ് ശരിയാവില്ല എന്ന് പറഞ്ഞ് പാർട്ടിക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംഗതി സോൾവ് ചെയ്ത് വിട്ടതാണ്. ഇനിയൊരു വിഷയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സോൾവ് ചെയ്ത് വിട്ടാൽ അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ആഴ്ച ഈ കാരണം പറഞ്ഞുകൊണ്ട് കൊച്ചു സ്കൂൾ വിട്ട് വന്ന വഴിക്ക് കോളേജിൽ നിന്ന് ബസ് ഇറങ്ങി അവിടെ ബൈക്ക് വെങ്ങല്ലൂർ വെച്ചിട്ടാണ് പോണത്. ബൈക്ക് എടുക്കാനായിട്ട് ആ പഴയ വഴിക്ക് കയറിയത് ഇവൻ അവൻ്റെ പേരെന്നാണ് മുഹമ്മദ് യാസിൻ എന്ന് പറഞ്ഞ പയ്യൻ ഹെൽമെറ്റും വെച്ചുകൊണ്ട് ഇവൻ്റെ വന്നിട്ട് ബൈക്കിൽ ഇവനെ കൊണ്ട് വട്ടം പിടിച്ച് നിർത്തിയിട്ട് ഇവനോട് പറഞ്ഞു, എടാ നിന്നെ മറ്റവർ പറഞ്ഞുകൊണ്ട് അനാവശ്യ തെറിയ പറഞ്ഞ ആൾ കേട്ടിയെന്നവർ പറഞ്ഞു. അനാവശ്യ തെറി പറഞ്ഞിട്ട് അവർ പറഞ്ഞോളാം നിന്നെ ഒന്നും ചെയ്യാത്ത നിന്നെയൊക്കെ ഞങ്ങൾ ലീവിലിട്ട് കത്തിച്ചതിനായിട്ട് നിനക്ക് വെങ്ങലുകാരെ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവൻ ആദ്യത്തെ സ്വരം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്നെ അങ്ങ് ചെയ്യാൻ പറഞ്ഞ ചെയ്യടാന്ന് ഇവൻ പറയുകയും ചെയ്തേ ഇവൻ ചാടി കയറി അവൻ്റെ കാരണക്കുട്ടിക്കട്ട് അടിച്ചു എന്ന് പറയും. അത് കണ്ടിരുന്നവർ എന്നെ വിളിച്ചു. അടിച്ചിട്ട് ഇവനെ ഉദരം അന്നേരം അവിടെ ഇട്ട് തല്ലി കഴിഞ്ഞ് നാട്ടുകാർ ഇവനെ രണ്ടുപേരും പിടിച്ച് മാറ്റി വിട്ട്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. ആഷിഖ്, ഇത് എന്താണ് സംഭവം, എന്നാണ് ഉണ്ടായത്? അജിംസ, ഇന്നലെ ഉച്ചയോടെ നടന്ന സംഭവമാണ് ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത്. പെരുമ്പള്ളിച്ചിറ സ്വദേശിയായിട്ടുള്ള BCA വിദ്യാർത്ഥി 21 വയസ്സുകാരൻ മാഹിൻ ഉബൈസിനെ ഏതാണ്ട് 8 പേരടങ്ങുന്ന യുവാക്കളുടെ സംഘം കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ തിരക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ മാഹിൻ ഉബൈസ്, മർദ്ദനമേറ്റ മാഹിനും ഈ മർദ്ദിച്ച യുവാക്കളും തമ്മിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാഹിന്റെ ഒരു പ്രണയബന്ധവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇരു കൂട്ടരും തമ്മിൽ നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുൻപും ചില മർദ്ദനങ്ങൾ ഉണ്ടായി. അത് കോംപ്രമൈസായി ഒത്തുതീർപ്പായി പോയതുമാണ്. പക്ഷേ ഇതിന്റെ തുടർച്ചയിലാണ് ഇന്നലത്തെ ആക്രമണം ഉണ്ടാകുന്നത്. വെങ്ങല്ലൂരിന് സമീപത്ത് വെച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കെ വാഹനം തടഞ്ഞു നിർത്തി മാഹിൻ ഉബൈസിനെ 8ഓളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഇത് തൊട്ടടുത്തുള്ള സമീപത്തുണ്ടായിരുന്ന ആളുകളടക്കം കാണുകയും ഇത് തടയാൻ ശ്രമിച്ചിട്ടും എന്നാൽ തുടർച്ചയായി മർദ്ദനം ഉണ്ടാവുകയും പിന്നീട് ഇവർ വഴിയരികിൽ മാഹിൻ ഉബൈസിനെ ഉപേക്ഷിച്ച് പോവുകയുമാണ് ഉണ്ടായിരുന്നത്. മുൻപ് തന്നെ ഉണ്ടായിരുന്ന തർക്കങ്ങളുടെ തുടർച്ചയിലാണ് ഈ മർദ്ദനം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഈ മർദ്ദിച്ച ആളുകളുമായി അടക്കം സംസാരിക്കുമ്പോൾ പറയുന്നത്. ഈ വിഷയത്തിൽ ഇരു സംഘങ്ങളും ഇപ്പോൾ മർദ്ദനമേറ്റ മാഹിൻ ഉബൈസ് എന്ന ചെറുപ്പക്കാരനും കൂടാതെ മർദ്ദിച്ച ആളുകളും പോലീസിൽ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇരുവരും ആശുപത്രിയിൽ അഡ്മിറ്റുമാണ്. മുൻപുണ്ടായിരുന്ന തർക്കങ്ങളുടെ ഭാഗമായിട്ടാണ് മർദ്ദനം ഉണ്ടായത്. ഇരുപക്ഷത്തും പ്രശ്നങ്ങളുണ്ട്. ആക്രമണത്തിന്റെ കാരണക്കാർ ഇരുപക്ഷമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മാഹിൻ ഉബൈസിന്റെ പിതാവ് ഉബൈസ് പറയുന്നത് വൈകുന്നേരം വീട്ടിലുണ്ടായിരുന്ന മാഹിനെ സുഹൃത്തുക്കൾ പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും മറ്റൊരു വഴി തനിച്ച് പറഞ്ഞു വിടുകയും അവിടെ വെച്ച് ആസൂത്രിതമായി തന്നെ ആക്രമിക്കുകയായിരുന്നു. തലയ്ക്ക് ഹെൽമറ്റ് വെച്ചടക്കം കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഈ സംഭവത്തിൽ പോലീസ് വ്യക്തമായ ഒരു വിശദീകരണം ഇതേവരെ നൽകിയിട്ടില്ല. അന്വേഷണം നടക്കുകയാണ്. വിശദമായി ഇരുഭാഗങ്ങളിൽ നിന്നുള്ള വിശദീകരണങ്ങൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചു എന്ന് വിശദമായി പറയാൻ കഴിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ 21 വയസ്സുള്ള ചെറുപ്പക്കാരാണ് പരസ്പരം ആക്രമിക്കുന്നത്. ക്രൂരമായി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ വ്യക്തമാണ്. കൂട്ടം ചേർന്ന് ഒരാളെ 8 പേരടങ്ങുന്ന സംഘം മർദ്ദിക്കുന്നതാണ് നമ്മൾ CCTVയിൽ കാണുന്നത്. പക്ഷേ എന്താണ് ഇതിന് പിന്നിലുള്ള കഥ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. ഇരുവരും തൊടുപുഴയിൽ